താങ്കൾക്കെതിരെ CBI അന്വേഷണം ശുപാർശ ചെയ്യുന്നതായിരുന്നു. പിന്നീട് വന്നത് ആ അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന് പറഞ്ഞിട്ട് വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നു. പിന്നെ വീണ്ടും മണപ്പാട്ടെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്ന പല ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം, ആദ്യം കുറച്ച് ആളുകളാണ് നമ്മളെ പുറകെ നടന്ന് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി എനിക്കൊരു നോട്ടീസ് പോലും അയക്കാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളി. അപ്പം തന്നെ സിംഗിൾ ബെഞ്ച്. അത് കഴിഞ്ഞ് ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ചും ഒരു വിധത്തിലുള്ളൊരു അന്വേഷണം നടത്തേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തള്ളി. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തള്ളിയത് പരാതി കൊടുത്തിട്ട് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. ഞാൻ MLA ആയിരിക്കുമ്പോഴാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. അസംബ്ലിയിൽ പറഞ്ഞു. അസംബ്ലിയിൽ ഞാൻ പറഞ്ഞു അസംബ്ലിയിൽ വിജിലൻസ് അന്വേഷണം നടത്തിക്കൊള്ളാൻ ഞാൻ മുഖ്യമന്ത്രിയോട് ഞാനാണ് പറഞ്ഞത്. വിജിലൻസ് അന്വേഷണം നടത്തി. അപ്പോൾ ഈ പദ്ധതിയുടെ ട്രാൻസ്പെറൻസി എന്താണ്, എത്ര സുതാര്യമായിട്ടാണ് ഈ പദ്ധതി നടത്തിയതെന്ന് തിരിച്ചറിയൊരു മോഡലാണ്. അങ്ങ് ഇത് നടത്തണമെന്ന് ആവശ്യപ്പെട്ട ഞാനാണ്. എനിക്കെതിരായിട്ട് ജെയിംസ് മാത്യു ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ വിജിലൻസ് അന്വേഷണം നടത്തി. അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണം നടത്തി ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും അത് തള്ളി ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഒന്നുമില്ല എന്ന് പറയും. നാലാമത്തെ പ്രാവശ്യം വീണ്ടും ഒരാളുടെ നിന്ന് പരാതി മേടിച്ചിട്ട് നാലാമത്തെ പ്രാവശ്യമാണ് വീണ്ടും ഇത് അന്വേഷണം. അപ്പോഴും എനിക്കൊരു വിരോധമില്ല. ഞാൻ എല്ലാ റെക്കോർഡ്സും കൊടുത്തു. ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും കൊടുത്തു. എല്ലാ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തു. രണ്ട് കാര്യമാണ് ഇവർ പറഞ്ഞത്. ഒന്ന് FCRI അക്കൗണ്ട് വയലേഷൻ ഉണ്ടെന്ന്. FCRI അക്കൗണ്ട് സൂക്ഷിക്കുന്നത് മണപ്പാട് ഫൗണ്ടേഷൻ്റെ. FCRI അക്കൗണ്ട് നോക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അവരെല്ലാ വർഷവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ക്രൂട്ടിനിയാണ്. എല്ലാ വർഷവും അത് നോക്കിയിട്ട് റിന്യൂ ചെയ്യുള്ളൂ. മണപ്പാട് ഫൗണ്ടേഷൻ്റെ ഈ FCRI അക്കൗണ്ട് കൃത്യവും വ്യക്തവുമാണ് എന്ന് പറഞ്ഞ് എല്ലാ വർഷവും സെൻട്രൽ ഗവൺമെൻറ് ഇതുവരെ അത് റിവ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു FCRI വയലേഷനും ഇല്ല. പിന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധി വരിക. ഇത് തന്നെ രണ്ടും വിജിലൻസ് പറഞ്ഞിട്ടുണ്ട്. അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല. കാരണം ഒരു തരത്തിലും പണം ദുരുപയോഗം ചെയ്തിട്ടില്ല. ഇത് ഒരു അക്കൗണ്ട് പോലും ഇല്ല. ഇതിനൊരു അക്കൗണ്ട് പോലും ഇല്ല. ഇത് നിങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി അറിയേണ്ട പദ്ധതിയാണ്. ഞങ്ങൾ ബെനഫിഷ്യറിയെ കണ്ടുപിടിച്ചു. ആർക്കാണിത് കൊടുക്കേണ്ടത്? പലതുണ്ട്. വീടുണ്ട്, തയ്യൽ മെഷീനുണ്ട്, മറ്റേ പല തരത്തിലുള്ള സംഭവമുണ്ട്. എന്നിട്ട് ഞങ്ങളൊരു ഡോണറെ കണ്ടുപിടിക്കും. ആ ഡോണർ ഈ ബെനഫിഷ്യറിക്ക്, ഗുണഭോക്താവിന് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് പദ്ധതി. ഞങ്ങൾ ഫെസിലിറ്റേറ്ററാണ് പുനർജനി. ഞങ്ങളുടെ കയ്യിലൊരു അക്കൗണ്ട് പോലും ഇല്ല, ഫണ്ട് ഒരാളിൽ നിന്നും പൈസ മേടിച്ചിട്ടില്ല. ഈ FCRI അക്കൗണ്ടിലാണ്ട് 20 ലക്ഷത്തോളം രൂപ വന്നു. അവർ അതിനേക്കാൾ കൂടുതൽ പൈസ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് മണപ്പാട് ഫൗണ്ടേഷൻ. അവിടെ ഈ അക്കൗണ്ടിൽ വന്നതിനേക്കാൾ കൂടുതൽ പൈസ സത്യത്തിൽ ഞാൻ മണപ്പാട് ഫൗണ്ടേഷന് കടക്കാരനാണ്. തന്നപ്പോൾ ചെക്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ചെക്ക് മാത്രം പോരാ, അക്കൗണ്ടിലേക്ക് ആർക്കാണ് ചെക്ക് കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ അയാളുടെ ഐഡൻറ്റിറ്റി കാർഡ് കൂടി വേണമെന്ന്. കാരണം ഞാൻ പറ്റിച്ചാല കുറേ പൈസ മേടിച്ചിട്ട് വല്ലവരുടെ പേരിൽ ചെക്ക് എഴുതി മേടിച്ചാല, ഞാൻ ആരോപണം വന്നാല. അപ്പോൾ ഈ പൈസ കിട്ടിയ ആളുകളുടെ ID കാർഡിൻ്റെ ഫോട്ടോസ്റ്റാറ്റും ഈ ചെക്കിൻ്റെ ഫോട്ടോസ്റ്റാറ്റും എല്ലാം, പിന്നെ FCRI അക്കൗണ്ട് സൂക്ഷിക്കുന്നവർ കാണിക്കേണ്ട വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇതൊക്കെ പാലിച്ചിട്ടാണ് ഇത്. ഇതെല്ലാം എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ എനിക്കെതിരായിട്ട് എപ്പോഴും എടുത്ത് വീശേണ്ടത്. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കെതിരെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യും. ഒന്നുമില്ല. 2 പ്രാവശ്യം 2 വിജിലൻസിൻ്റെ ഇത് റിപ്പോർട്ടും പോയി. അഴിമതി നിരോധന നിയമവും ഇത് ബാധകമല്ല, ഇത് FCRI അക്കൗണ്ട് വയലേഷൻ ഇല്ലയെന്നും പറഞ്ഞ് പോയി. എന്നിട്ട് ആദ്യം കൊടുത്ത അതിനൊരു അടിസ്ഥാനമില്ലെന്നാണ് ലീഗൽ ഒപ്പീനിയനും മേടിച്ചിട്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചു. ആ സാധനം എടുത്ത് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നേക്കുന്ന സാധനം നമുക്കറിയാമല്ലോ. ഞാനല്ലേ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത്. ഇനിയും ഞാൻ പറയുകയാണ്, ഇനി എന്നിട്ടൊന്നും പോരാ, അന്വേഷിക്കണമെങ്കിൽ അന്വേഷണമേ. ഞാൻ മുഖ്യമന്ത്രിയോട് അന്ന് വിജിലൻസ് അന്വേഷണം നടത്തിക്കോളാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്ത പോലെ ഇനി മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനും ഇനി CPM-നും എന്നെ കൊണ്ട് CBI അന്വേഷിപ്പിച്ച് CBI-കാരെ കൊണ്ട് എന്നെ ചോദ്യം ചെയ്യിപ്പിച്ച് ഇനി CBI എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ചെയ്തോ, ഒരു വിരോധമില്ല. ഞാനതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. മാർച്ച് 1-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കാതിരിക്കുക ഇലക്ഷൻ കമ്മീഷൻ. എന്നാണ് ഈ സാധനം വന്നത്? ഇന്നലെ ജനുവരി 4-ാം തീയതി. എന്നിട്ട് എങ്ങനെയാണത് അവസാനിച്ചത്? നിങ്ങൾ തന്നെ എങ്ങനെയാണത് അവസാനിപ്പിച്ചത്? എല്ലാ മാധ്യമങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളതിൻ്റെ വാസ്തവം പുറത്തു കൊണ്ടുവന്നു. ഞാനല്ല, വാസ്തവം പുറത്തു കൊണ്ടുവന്നു നിങ്ങളാണ്. നിങ്ങളെല്ലാവരും ഒരുപോലെ വാസ്തവം പുറത്തു കൊണ്ടു. സന്തോഷമുണ്ട്. ഇല്ല, അതൊക്കെ ഫൈൻഡിങ് ഉണ്ട്. അതിനുശേഷം അവർ വിജിലൻസ് അന്വേഷിച്ച്
ലീഗൽ ഒപ്പീനിയൻ വാങ്ങിച്ച് ഫൈൻഡിങ് ഉണ്ട്, ഒരു FCRA വയലേഷനും ഇല്ലാന്ന്. FCRA വയലേഷൻ ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പിടിക്കും, അപ്പം പിടിക്കും. എല്ലാ വർഷവും സ്ക്രൂട്ടിനി നടത്തുന്നതാണ്. ഒരു FCRA വയലേഷനും ഇല്ലയെന്ന് വിജിലൻസിൻ്റെ തന്നെ റിപ്പോർട്ടുണ്ട്. അവർക്കെതിരെ ഇല്ല, അവർക്ക് അവരാണ് ഞങ്ങളെ സഹായിച്ചത്. അവരും ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഞാനിത് നമുക്ക് ചെയ്ത് ശീലമില്ലാത്ത കാര്യമാണ്. റീഹാബിൽ ഞാൻ അവരുടെ അഡ്വൈസ് വാങ്ങിച്ചു. ഭയങ്കര ഹൈലി പ്രൊഫഷണൽ. അവർ 67 രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ അവരും മണപ്പാട് ഫൗണ്ടേഷനാണ് എനിക്ക് പ്രൊഫഷണൽ ഗൈഡൻസ് വന്ന്. ഞങ്ങൾ കളമശ്ശേരിയിലെ XIME എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികളെയും അധ്യാപകരെയും കൊണ്ടാണ് MBA സ്റ്റുഡൻസിനെ കൊണ്ട് സർവേ നടത്തിച്ചത്. എല്ലാം പ്രൊഫഷണലാണ്. അതാണ് ഞാനന്ന് അസംബ്ലി പറഞ്ഞത്, ഇത് അന്വേഷിച്ചാൽ ഇതൊരു മോഡലായിട്ട് കേരളത്തിൻ്റെ മുമ്പ് വയ്ക്കാൻ പറ്റിയ മോഡലാണ്. എൻ്റെ മാത്രം പങ്കല്ല, ഞാൻ പങ്ക് വഹിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറയും വിദേശത്ത് ഇപ്പോൾ ആസാദ് മൂവ്മെൻറ്റ് ഞാൻ അന്നത്തെ സ്പീക്കറൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയപ്പോൾ പിന്നെ ബർമിംഗ്ഹാമിൽ അപ്പോൾ സംസാരിക്കാൻ പോയി ഇറങ്ങി വന്നപ്പോൾ 25 വീട് തന്നു. ഗൾഫാർ മുഹമ്മദ് അലി 5 വീട് തന്നു. അങ്ങനെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഇതിലേക്ക്. അവരെല്ലാം അവിടെ വീട് വന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് പോയി വരും. അവർക്ക് അതിനുള്ള സിസ്റ്റം ഉണ്ട്. ഞാൻ ബർമിംഗ്ഹാമിൽ പോയി പൈസ തിരിച്ചത്. ബർമിംഗ്ഹാമിൽ ഈ റെസീലിയൻസ് എന്നാണ് സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങളുടെ പുനർജനി മോഡൽ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പറഞ്ഞു, പുനർജനി മോഡൽ ഇങ്ങനെ ഡോണറിൻ്റെ നിന്ന് പൈസ മേടിച്ച് നേരിട്ട് ബെനിഫിഷ്യറിക്ക് കൊടുക്കുന്നൊരു മോഡലാണ്, അക്കൗണ്ട് ഇല്ലാത്ത മോഡലാണ്, ഫെസിലിറ്റേറ്ററാണ്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ആ ടേബിളിലിരിക്കുന്നവർ ഒരു 500 പൗണ്ട് തന്നാൽ അത് ഞങ്ങൾ ഇത്രയും പേർക്കായിട്ട് തയ്യൽ മെഷീൻ കൊടുക്കണമെങ്കിൽ ആ തയ്യൽ മെഷീൻ്റെ കമ്പനിയിലേക്ക് കൊടുത്തിട്ട് ഞങ്ങളത് ചെയ്യും. മോഡൽ എക്സ്പ്ലെയിൻ ചെയ്താൽ. അപ്പോൾ ഞാൻ 500 പൗണ്ട് ചോദിച്ചതായി. ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ബർമിംഗ്ഹാമിൽ പോയിട്ട് മൈക്കിൽ കൂടി 500 പൗണ്ട് സംഭാവന ചോദിക്കുക. അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ ആ മോഡൽ ഇപ്പം നിങ്ങളോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, എന്താണ് പുനർജനി മോഡൽ. അക്കൗണ്ട് ഇല്ലാതെ നമ്മൾ ഫെസിലിറ്റേറ്ററായിട്ട് ഡോണറിൻ്റെ കയ്യിൽ നിന്ന് ബെനിഫിഷ്യറിയിലേക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉഷ തയ്യൽ മെഷീൻ കമ്പനിയായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അപ്പോൾ അവർ പറഞ്ഞു 100 എണ്ണത്തിൻ്റെ പൈസ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ 110 മെഷീൻ തരാമെന്ന്. അപ്പം ഞാൻ ഒരാളുടെ നിന്ന് 100 മെഷീൻ്റെ പൈസ ഉഷയിൽ അടപ്പിക്കും. ഉഷ വന്ന് അസംബിൾ ചെയ്യും. ഞങ്ങൾ 110 ബെനിഫിഷ്യറിയെ സർവേ കൂടി എടുക്കും. അങ്ങനെ ഞാൻ 2000-ഓളം മെഷീൻ കൊടുത്ത് 1800 കൊടുത്തു. പിന്നെ 1600 പേർക്ക് 5000 രൂപയിൽ 10000 രൂപ വരെ 50000 രൂപ വരെ ഈ വെള്ളം കയറി നശിച്ചു പോയവർക്ക് കൊടുത്ത്. എൻ്റെ അവിടുത്തെ സ്ഥിതി അറിയായിരുന്നല്ലോ, പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും ഇല്ല. അപ്പം ഞാൻ 50 ടൺ കാലിത്തീറ്റ കൊടുത്തു. ഞാൻ 48 അംഗൻവാടികൾ വെള്ളം കയറി നശിച്ചുപോയി. അത് മുഴുവൻ എല്ലാം പെയിൻറ്റ് ചെയ്ത് വൃത്തിയേടൊക്കെ മാറ്റി അവിടെ ബുക്കും പേനയും പെൻസിലും കൂടെ കൊടുത്തു. കുട്ടികളുടെ നോട്ട് ബുക്ക് കഷ്ടപ്പെട്ട് ടെക്സ്റ്റ് ബുക്ക് ഗവൺമെൻറ് കൊടുത്തു. 9000 കുട്ടികളുടെ. ഞാൻ ബാംഗ്ലൂരിൽ പോയി അന്നത്തെ റവന്യൂ മന്ത്രി ജോർജ് സാറിനെ കണ്ട് കർണാടകയിൽ ഒരു ബൈൻഡിങ് പ്രസിഡന്റ് ഗവൺമെൻറ്റിൻ്റെ അവിടുന്ന് 1 ലക്ഷം നോട്ട് ബുക്ക് കൊണ്ടുവന്ന് 9000 പേർക്കും 10 നോട്ട് ബുക്ക് വെച്ച് കൊടുത്തു. 22 സ്കൂളിലെ ലാബ് ശരിയാക്കി. അത് വെള്ളം കയറുന്നതിന് മുമ്പ് 25 ലാപ്ടോപ്പ് ഉണ്ടായിരുന്നിടത്ത് 30 ആക്കി കൊടുത്തു. എല്ലാ ലൈബ്രറിയും ശരിയാക്കി കൊടുത്തു. എല്ലാ സ്പോൺസേഴ്സ് കംപ്ലീറ്റ് മുഴുവൻ റീബിൽഡ് ചെയ്ത്. എൻ്റെ അവിടെ മുഴുവൻ നശിച്ചു പോയതാണ്, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു സംഭവം ചെയ്തതിനാണ് ഈ പറയുന്ന എന്തൊരു പേര് പറയില്ല, വിസ്മയമായി ഇരിക്കട്ടെ. ഇലക്ഷന് മുമ്പ് ഉറപ്പായിട്ട് വന്നിരിക്കും. ഞാൻ വാക്ക് പറഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ ഇലക്ഷന് മുമ്പ് ഇത്ര സീറ്റ് ജയിക്കും നിങ്ങളോട് പറഞ്ഞു. 4 കോർപ്പറേഷൻ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെ പറഞ്ഞല്ലേ. രണ്ടിന്നും വരും. ഇപ്പം തന്നെ UDF എന്ന് വെച്ചാൽ ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴേക്കും കേരളം കണ്ട ഏറ്റവും വലിയ മുന്നണിയായിരിക്കും UDF. ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ മുന്നണിയായിരിക്കും. ഇല്ലെങ്കിൽ അന്ന് ചോദിച്ചു എന്നോട്, ഈ വയനാട് ബത്തേരി ക്യാമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ ഒരു വലിയ വാചകം അടിച്ചിട്ട് എന്താ ആരും ഇല്ലല്ലോ എന്ന് ചോദിക്കണം എന്നോട്. അല്ല, അതൊക്കെ ഇപ്പൊ തന്നെ കിട്ടും. അതൊക്കെ നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചല്ലോ. നേരത്തെ ഉഭയകക്ഷി ചർച്ചകൾ ചെയ്തു. പാർട്ടി നല്ല മിലിറ്റൻ്റ് ആക്കി. ഇവിടുന്ന് പോക്കില്ലേ, ഇവിടുന്ന് എല്ലാവരും കൂടി മിഷൻ 25 പോയപ്പോൾ പറഞ്ഞില്ല. അതൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയാണ്.
എല്ലാവരും കൂടി ഒരു ടീമായിട്ട്. പിന്നെ ഇങ്ങനെ മറ്റേ എല്ലാവരും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഇടിയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വെറുതെ CPM നറേറ്റീവാണ്. CPM നറേറ്റീവാണ് അതെല്ലാം അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നത്. നിങ്ങളതിലൊന്നും വീഴരുത്.